to chapter Laws of Motion Part 2. Motion of a body in a lift. ഒരു ലിഫ്റ്റിലുള്ള ബോഡിയുടെ മൂവ്മെന്റ്. The first case, when lift is at rest or moves up or down with constant velocity. ലിഫ്റ്റ് റെസ്റ്റിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മുകളിലേക്കോ താഴത്തേക്കോ എങ്ങനെ മൂവ് ചെയ്യുന്നു? കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ടന്റ് R is equal to mg ആണ് വരുന്നത്. m മാസ്, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്നത് അപ്പാരന്റ് വെയിറ്റ് is equal to ആക്ച്വൽ വെയിറ്റ് ആണ്. അപ്പാരന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ് ആക്ച്വൽ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും. സെക്കൻഡ് കേസ്, when lift moves up with constant acceleration a. ലിഫ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്യുന്നു വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. അപ്പൊ വേഗത കൂടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ R is equal to നമുക്ക് കിട്ടുന്നത് m into g plus a ആണ്. ആ കേസിൽ അപ്പാരന്റ് വെയിറ്റ് ഇൻക്രീസ് ചെയ്യണം. നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഏത് കേസിൽ? ലിഫ്റ്റ് മൂവ്സ് അപ്പ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ. Then third case, when lift moves down with constant acceleration. ലിഫ്റ്റ് എപ്പോൾ എങ്ങോട്ടാണ് വരുന്നത്? താഴത്തേക്കാണ് വരുന്നത്. എങ്ങനെ? with constant acceleration. So R is equal to m into g minus a. ആ കേസിൽ അപ്പാരന്റ് വെയിറ്റ് എന്ത് ചെയ്യുന്നത്? ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഫോർത്ത് കേസ്, വെൻ ലിഫ്റ്റ് ഫോൾസ് ഫ്രീലി. അതായത് ലിഫ്റ്റിന്റെ കേബിൾ ബ്രേക്ക് ചെയ്തു, അപ്പൊ ലിഫ്റ്റ് ഫ്രീ ആയിട്ട് താഴത്തേക്ക് ഫോൾ ചെയ്യാണ്. അപ്പൊ ആറിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ m into g minus g ആണ്. 0 നമുക്ക് കിട്ടുന്നു. അപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്താണ്? വെയിറ്റ്ലെസ്നെസ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ലിഫ്റ്റിന്റെ 4 കേസുകൾ ഉണ്ട് മോഷനിൽ. ആ 4 കേസും ഒന്ന് നോക്കാം. എന്താണ് ഫ്രിക്ഷൻ നോക്കാം. It is the force of opposition when there is a relative motion between two bodies. രണ്ട് ബോഡീസിനിടയിൽ ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടാവുന്ന സമയത്ത്, അതായത് ഒരു ബോഡി മറ്റൊരു ബോഡിയുടെ മുകളിലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു ഒപ്പോസിംഗ് ഫോഴ്സ് ഉണ്ടാവുന്നുണ്ട്. ആ ഒപ്പോസിംഗ് ഫോഴ്സിനെ എതിർക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ മൂവ്മെന്റിനെ എതിർക്കുന്ന ഫോഴ്സ് ആണ് ഏത്? ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ബിഫോർ ദ ബോഡി സ്റ്റാർട്ട്സ്. ഒരു വസ്തു സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉണ്ടാവുന്ന ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അടുത്ത കൈനറ്റിക് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ വെൻ ദ ബോഡി മൂവ്സ്. ഒരു ബോഡി മൂവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് കൈനറ്റിക് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ വെൻ ദ ബോഡി സ്ലൈഡ്സ്. അതായത് കൈനറ്റിക് ഫ്രിക്ഷന്റെ മറ്റൊരു രൂപമാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി റോളിംഗ് ഫ്രിക്ഷൻ അതേ മറ്റൊരു രൂപമാണ് ഫ്രിക്ഷൻ വെൻ ദ ബോഡി റോൾസ്. റോൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷനെ നമ്മൾ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ ഏറ്റവും ചെറുത് റോളിംഗ് ഫ്രിക്ഷൻ ആണ്. പിന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അതാണ് ഓർഡർ ഡിക്രീസ്. അപ്പൊ ഏറ്റവും വലുത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, പിന്നെ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ, പിന്നെ റോളിംഗ് ഫ്രിക്ഷൻ. അതാണ് ഓർഡർ വരുന്നത്. എന്താണ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ നോക്കാം. ഫസ്റ്റ് ലോ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്ട്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട് ആണ്. സെക്കൻഡ് ലോ, എഫ് എസ് പ്രൊപ്പോർഷണൽ ടു ആർ. ഇതിൽ എഫ് എസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ആർ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ആണ്. ഇതിന്റെ ആ പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ കോൺസ്റ്റന്റ് മ്യൂഎസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂഎസ് ഇൻറ്റു ആർ. മ്യൂഎസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അടുത്തത് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്തിനേക്കാൾ കുറവാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. സെക്കൻഡ് വൺ, കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. കൈനറ്റിക് ഫ്രിക്ഷനും എന്താണ്? ഏരിയ ഓഫ് സർഫസിന് ഇൻഡിപെൻഡന്റ് ആണ്. തേർഡ്, എഫ് കെ പ്രൊപ്പോർഷണൽ ടു ആർ. അതായത് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു നോർമൽ റിയാക്ഷൻ. പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എഫ് കെ ഈസ് ഈക്വൽ ടു മ്യൂ കെ ഇൻറ്റു ആർ. ഇതിൽ മ്യൂ കെനെ വിളിക്കുന്ന പേരാണ് കോയിഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ നോക്കാം. ആ ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ദാറ്റ് ആംഗിൾ ഹൂസ് ടാൻജന്റ് ഈസ് കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പൊ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്ന ആംഗിളിന്റെ ടാൻജന്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? കോയിഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഈക്വൽ ആയിരിക്കും. അതായത് തീറ്റയാണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എങ്കിൽ ടാൻ തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഈക്വൽ ആയിരിക്കും.
അപ്പൊ അതിൽ നമ്മൾ ഫിഗർ കൺസിഡർ ചെയ്യുന്നു. ഒരു ചെരിവ് തലത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ബോഡി വെക്കുന്നു. അപ്പൊ ആ ബോഡിയുടെ വെയിറ്റ് നേരെ താഴത്തേക്കാണ് വരുന്നത്. ഈ വെയിറ്റ് എം ജിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു, എം ജി കോസ് തീറ്റയും അതുപോലെ തന്നെ എം ജി സൈൻ തീറ്റയും. ഇനി നോർമൽ റിയാക്ഷൻ ഈ ബോഡിക്ക് നോർമലായിട്ട് മുകളിലേക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ ഡയറക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, എം ജി സൈൻ തീറ്റ എഫ് എസിന് ഈക്വൽ ആയിരിക്കും ഇക്വിലിബ്രിയം കണ്ടീഷനിൽ. അതുപോലെ തന്നെ എം ജി കോസ് തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? ആറിന് ഈക്വൽ ആയിരിക്കും. ഇപ്പൊ എം ജി സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എസ്, എം ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ആർ. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ എം ജി സൈൻ തീറ്റ ബൈ എം ജി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എഫ് എസ് ബൈ ആർ. എം ജി ക്യാൻസൽ ചെയ്യും. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ ആണ്. എഫ് എസ് ബൈ ആർ നമുക്കറിയാം മ്യൂ എസ് ആണ്, കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറി, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു മ്യൂ എസ്. ഇതിൽ തീറ്റനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. അപ്പൊ തീറ്റ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണെങ്കിൽ ടാൻ തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കണം? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷന് ഈക്വൽ ആയിരിക്കണം. അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷന്റെ ഗുണങ്ങൾ എന്തൊക്കെ നോക്കാം. വി ക്യാൻ ഏബിൾ ടു വാക്ക്, നമ്മളെ നടക്കാൻ സഹായിക്കുന്നത് ഫ്രിക്ഷൻ ആണ്. വി ക്യാൻ ഏബിൾ ടു ഹോൾഡ് ഒബ്ജക്ട്സ് ഇൻ ഹാൻഡ്, വസ്തുക്കളെ കൈകൊണ്ട് പിടിക്കാൻ സഹായിക്കുന്ന ഫ്രിക്ഷൻ ഉണ്ടായതുകൊണ്ടാണ്. ടു ലൈറ്റ് എ മാച്ച് സ്റ്റിക്ക്, ഫ്രിക്ഷൻ ഈസ് എ മസ്റ്റ്. ഇത്തരം ലൈറ്റ് മാച്ച് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ തീപ്പെട്ടി കത്തിക്കാൻ നമുക്ക് ഫ്രിക്ഷൻ ഉണ്ടെങ്കിലാണ് സാധിക്കുള്ളൂ. ഇതൊക്കെ ഫ്രിക്ഷന്റെ ഇനിയുണ്ട് ധാരാളം ഉപയോഗങ്ങൾ, നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാ നോക്കാം. ഫ്രിക്ഷൻ പ്രൊഡ്യൂസസ് വേസ്റ്റേജ് ഓഫ് എനർജി. ഫ്രിക്ഷൻ എന്തുണ്ടാക്കുന്നുണ്ട്? എനർജി വേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പ്രൊഡ്യൂസസ് എഫിഷ്യൻസി ഓഫ് എൻജിന്റെ എഫിഷ്യൻസി കുറയ്ക്കുന്നുണ്ട്. പ്രൊഡ്യൂസസ് വിയർ ആൻഡ് ടയർ ഓഫ് മൂവിംഗ് പാർട്സ്, മൂവിംഗ് പാർട്സിന് തേയ്മാനം സംഭവിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ഫ്രിക്ഷന്റെ ഡിസ്അഡ്വാൻറ്റേജുകളാണ്. ഇനി എന്താണ് ലൂബ്രിക്കന്റ്? മീഡിയം വിച്ച് റിഡ്യൂസസ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയത്തിനെയാണ് ലൂബ്രിക്കന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഓയിൽ, ഗ്രീസ്, ബോൾ ബെയറിംഗ് മുതലായവ ലൂബ്രിക്കൻസിന് എക്സാമ്പിൾ ആണ്. എന്താണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്? എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇൻ വിച്ച് ന്യൂട്ടൺസ് ലോസ് ആർ വാലിഡ്. ന്യൂട്ടൺസ് ലോസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇനി നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എ ഫ്രെയിം ഓഫ് റെഫറൻസ് ഇൻ വിച്ച് ആക്സിലറേറ്റഡ് മോഷൻ ടേക്സ് പ്ലേസ്. ആക്സിലറേറ്റഡ് മോഷൻ നടക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിനെയാണ് നോൺ ഇനേർഷ്യൽ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. കൺകറന്റ് ഫോഴ്സസ്. ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ സിംഗിൾ പോയിന്റ്. കുറെ ഫോഴ്സ് ഒരു സിംഗിൾ പോയിന്റിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ കൺകറന്റ് ഫോഴ്സ് എന്ന് പറയുന്നു. ഇക്വിലിബ്രിയം ഓഫ് കൺകറന്റ് ഫോഴ്സ്. ഇഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഈസ് സീറോ. അങ്ങനെ ഒരു പോയിന്റിൽ കുറെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഇക്വിലിബ്രിയം, അത് റിസൾട്ടന്റ് ഫോഴ്സ് സീറോ ആണെങ്കിൽ ആ കൺകറന്റ് ഫോഴ്സ് എങ്ങനെയാണ്? ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയുന്നുണ്ട്. എന്താണ് മാസ്? ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ഒരു ബോഡിയിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. അതൊരു സ്കാലർ ക്വാണ്ടിറ്റി ആണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ആൻഡ് ഓൾസോ ആൻ ഇൻവാരിയന്റ് ക്വാണ്ടിറ്റി. ഇൻവാരിയന്റ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ റിമൈൻസ് സെയിം എവ്രിവെയർ. അതായത് ഭൂമിയിലാണെങ്കിലും ചന്ദ്രനിലാണെങ്കിലും ഒരു ബോഡിയുടെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും, മാറ്റം വരികയില്ല. ഇനി വെയിറ്റ്. ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് എർത്ത്. എർത്തിലേക്ക് ഒരു ബോഡി എത്ര ഫോഴ്സിലാണോ അട്രാക്ട് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ വെയിറ്റ് എന്ന് പറയുന്നത്. വെയിറ്റ് കാണാനുള്ള ഫോർമുല W = എന്താണ്? mg ആണ്.